ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അടുക്കളയിലേക്ക് വന്നു. ചൂടുണ്ട്, എന്നാലും എനിക്ക് അടുക്കളയിൽ വന്നില്ലെങ്കിൽ എന്തോ എനിക്കെന്നെ ഒരു സുഖമില്ല. അതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താ അറിയോ? ഒരു ചക്കപ്പേരി. ഉപ്പേരി എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് വറക്ക, അതിനാണ് ഇവിടെ ഉപ്പേരി എന്നൊക്കെ പറയാന്ന് എനിക്കറിയാം. പക്ഷെ എന്താ അറിയോ, എൻ്റെ അമ്മ ഇങ്ങനെയല്ല എല്ലാത്തിനും ഉപ്പേരി എന്ന് പറഞ്ഞാൽ ചക്കപ്പേരി, ചക്കക്കൂട്ട, അതിന് തോരൻ, പിന്നെന്താണ് വെഴുക്ക് പുരട്ടി, അതൊന്നും ഞങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ട് ഉപ്പേരി ഉപ്പേരി എന്നാ പറയാ. അതുകൊണ്ട് എന്റെ വായിൽ അതന്നെ വരുള്ളൂ. എന്റെ ഒരു അമ്മ ഉണ്ടായിരുന്നമ്മ, ആ അമ്മ ഇതേപോലെ ഇങ്ങനെ സംസാരിക്കുക, ഇവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ട മറ്റുള്ള സാധനങ്ങൾ: ചതച്ച മുളക്, ചതച്ചു ചെറിയ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് കടുകും എണ്ണയും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിപ്പോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ എന്തെങ്കിലും ഒന്ന് അടുക്കളയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടെങ്കിലും നിങ്ങളെ കാണാൻ വരണ്ടേ. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ ചെയ്യാം? എല്ലാരും ഉണ്ടാക്കുന്നത്. ഈ പ്രായത്തിൽ പിന്നെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാണ്. എന്താ ചെയ്യാന്ന് പറയുമ്പോ അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റില്ലോ. അടുക്കളയിലെ തിരിച്ചും മറിച്ചും അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുക. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അതിനൊരു ചെറിയ വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അതന്നെ. അല്ലാണ്ട് അതൊക്കെ തന്നെയാണ് പാചകം. അതന്നെയാണ് അമ്മ പാചകം. അല്ലാണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല, അറിയണതൊക്കെ. എന്നാലും അവർക്കൊന്ന് കാണിക്കുക, അവരുടെ ഞാനൊന്ന് അവര് എന്നെ ഒന്ന് കാണുക, അതൊക്കെയാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ എണ്ണ വെച്ചു. അങ്ങനെ പണ്ടൊക്കെ ശുദ്ധമായ എണ്ണ എന്ന് പറയണ അമ്മ, ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാന്നാ പറയുന്നത്. ഇവരൊക്കെ തോറ്റു. ഞാൻ ശുദ്ധമായ ഒന്നും പറയുന്നില്ല കേട്ടോ. അമ്മയുടെ കുടുംബത്തിലെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു കൊരങ്ങൻ ഉണ്ടായിട്ടുണ്ടോ? ഒരു കൊരങ്ങൻ ഉണ്ടായിരുന്നു. ഇതല്ല ഇന്നത്തെ അല്ല ചോദിച്ചു, പണ്ട് കാലത്ത് ഒരു കൊരങ്ങൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയട്ടെ, ഞാനതാണെങ്കിൽ എൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ഒരു കുരങ്ങൻ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അതാണല്ലോ നമ്മളെ പഠിപ്പിച്ചത് സയൻസിൽ, കുരങ്ങൻ നിന്നാണ് മനുഷ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുതു കാരണന്മാരൊക്കെ കുരങ്ങന്മാരാണ് അല്ലേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കമ്മ. അവരൊക്കെ ആ മരത്തിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഈ ചക്കപ്പഴമൊക്കെ കഴിച്ച് മാങ്ങയൊക്കെ അന്ന് ഈ അടുക്കളയിലൊന്നും ചെയ്യണ്ട, മരത്തിന്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് പൊട്ടിച്ച് തിന്നാ മതി. എന്ത് രസമായിരുന്നു, അങ്ങനെ തന്നെ മതിയായിരുന്നു. ആര്? ആ അമ്മക്ക് എപ്പോഴും പറ്റും കേട്ടോ. നല്ല ചില്ലയുള്ള മരമൊക്കെ ആണെങ്കിൽ അമ്മ കയറിക്കോളും ഇതമ്മ. പക്ഷെ അതോടുകൂടി മരം വീഴുന്നു മാത്രം. ഓ പിന്നെ അല്ല, അമ്മക്ക് മരത്തിൽ കയറണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹം ഉണ്ടോ? അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മ, നമുക്കൊന്നും ഒരു പാരമ്പര്യം പറയാനില്ലേ. ഈ കുരങ്ങിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായതെന്നുണ്ടെങ്കിൽ ദൈവമേ, എന്തൊരു കഷ്ടം. നമ്മളിതൊന്നും ഡീപ്പായിട്ട് ആലോചിച്ചില്ല അല്ലേ അമ്മ? അതിനൊപ്പം തന്നെ നമുക്ക് ചെറിയ ചേർത്തത്. മണം കേൾക്കുമ്പോൾ എന്താ ഒരു സന്തോഷം. ഞാൻ ആലോചിക്കുക, ഈ കാരണന്മാരുടെ ചായ വരും എന്ന് പറയില്ലേ? കാരണന്മാരുടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഉണ്ടാവുമ്പോഴല്ലേ എത്ര തലമുറ കഴിഞ്ഞാലും അവര് ചെറിയൊരു ചായ ഉണ്ടാവും പറയുമല്ലോ. അപ്പൊ ആ പണ്ടത്തെ ആ കാരണന്മാരിൽ ഏത് കുരങ്ങന്റെ ചായയാണെന്ന് ആലോചിക്കുക അമ്മയ്ക്ക്. അല്ല, അമ്മയല്ല അമ്മ പറഞ്ഞ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അപ്പൊ നമ്മുടെ മുതു കാരണന്മാരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അല്ല, ഇന്നത്തെ അല്ല, പണ്ടത്തെ ഏത് ഇത്ര സൗന്ദര്യമുള്ള ഏത് കുരങ്ങാന്ന് ഉണ്ടാകുന്ന ആലോചിക്കുകയാണ്. ഒന്ന് നീ ആലോചിക്കണം, ഒരു സംഘം കുരങ്ങുകളാണ് അന്ന് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നത്. എവിടെ? ലങ്കാപതിയെ ജയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അല്ല, ഇത് എന്തിനപ്പം ഞാൻ പറയാൻ കാരണം ചോദിക്കാമ്മ. എപ്പോഴും അമ്മ എന്നെ പറയും കുരങ്ങ. അപ്പൊ ഞാൻ അമ്മേനൊന്ന് ഏകദേശം ഒരു ദിവസത്തിന് ഒരു ഭാഷ ഒരുപാട് കുറുമ്പുകാട്ടുമ്പോ പറയും കുരങ്ങിന്റെ ജന്മമാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഈ സയൻസ് ഒക്കെ ശരിയാണെങ്കിൽ
ഏതോ ഒരു കുരങ്ങൻ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവും. ആ കുരങ്ങൻ ഏതോ ഒന്നല്ല, ഏതാണ്ട് ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ നമ്മളൊക്കെ ഇതെങ്ങനെ ഒന്നാവുക? അപ്പൊ നമ്മളൊക്കെ കുരങ്ങന്മാരും കുരങ്ങത്തിമാരാണെന്ന് നമ്മ പറയണത്. ആണ്. നമ്മളെങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ നമുക്ക് അല്ലമ്മ, നമ്മളിങ്ങനെ ഡിപ്രഷനിലാക്കാൻ നമുക്ക് ലെവലേശം വിഷമില്ലേ അമ്മ? ഒരു വിഷമില്ല. അന്ന് കുളിക്കാണ്ടും ചിരി കഴുകാണ്ടും പല്ല് കേൾക്കാണ്ടൊക്കെ ഇരുന്ന മനുഷ്യന്മാരാണ് നമ്മള്. ഇന്ന് ഇത്രയും വൃത്തിയും വെടുപ്പിലും നടക്കുന്നത്. അല്ല അല്ല, എന്താ അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത്? വീണ്ടും അമ്മക്ക് ആ കുരങ്ങത്തെ ആവണമെന്നോ? നീ എക്സാമ്പിൾ തന്ന് എത്ര ഭാഷയുടെ അമ്മനെ നീ കുരങ്ങി കുരങ്ങിന്ന് വിളിച്ചത്? ഇതൊന്നും ഞാൻ ഇപ്പൊ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ച് നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കാന്ന് വിചാരിക്കരുത്. ഇതങ്ങോട്ട് കഴിഞ്ഞിട്ടൊരു പ്രതികരണം ഉണ്ട് എനിക്ക്. ഈ ചക്ക ഞാൻ ഒന്ന് വേവിച്ചു വെച്ചു. എന്താണെന്നറിയോ? അതറിയില്ല. ഒരുപാട് സമയം പിടിക്കില്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോ അത് അതിന്റെ സമയം ഒക്കെ കൂടി കൂടുമ്പോ കൂടും. അപ്പൊ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. എന്താ ചക്ക അത്ര ഉപ്പ് മഞ്ഞലോട്ട് വേവിക്കുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കാരണന്മാരുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കാരണന്മാരൊക്കെ ഇല്ലേ ഈ കാടൊക്കെ വെട്ടിപ്പിടിച്ച് മൃഗങ്ങളോട് മല്ലിട്ട് ഒക്കെ ജീവിച്ച അന്നത്തെ കാരണന്മാരൊക്കെ കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നറിയാമെന്നൊക്കെ? ചക്ക, കിഴങ്ങ്, കൊള്ളി, മത്തൻ, കുമ്പളങ്ങ, മനസ്സിലായില്ലേ? അതന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ കഴിക്കാനും അതൊക്കെ കഴിക്കാനല്ല എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവുക. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. എന്തിനാന്നും കൂടി അറിയാം അമ്മയ്ക്ക്? ഇതൊക്കെ അതത് സീസണിന് മാത്രം കിട്ടുന്ന സംഭവം സാധനം. പിന്നെ ഇതില് വളം ഇടുക അങ്ങനെ ഒന്നുമില്ല. ഈ സീസൺ കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു കിട്ടണമെന്ന് വിചാരിച്ചാലും കിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ വെച്ചാൽ ഈ ഒറിജിനൽ ടേസ്റ്റ് വരുമോ? അല്ല, പിന്നെ എന്താ പറയാ, ഇതൊക്കെ നാച്ചുറൽ ഫുഡാണ് അല്ലേ? എത്ര രഞ്ജിത്തും വിനോദം ശ്രമിച്ചാലും ഒരു അമ്പുജാസ്തി ആവാൻ പറ്റിയ പറയും പോലെ എത്ര ചക്ക പോലെ സൂക്ഷിച്ചു വെച്ചാലും എത്ര ചക്കേനെ സൂക്ഷിച്ചു വെച്ചാലും എത്ര ചക്കയുടെ സ്ലൈസും കൊണ്ട് എന്തൊക്കെ കഴിച്ചാലും ചക്കയുടെ സീസണിൽ ചക്ക കഴിക്കുമ്പോൾ കഴിക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ ഇടാൻ മതി കേട്ടോ. അപ്പോഴേക്ക് ഇതാവും. ഇതാണ്ടല്ലേ ഇതിൻ്റെ ആ മണം കേൾക്കുമ്പോൾ തന്നെ എന്താ രസം. ഞാനത് ചൂടോടെ കഴിക്കുന്നു. എടുത്തിട്ട് കഴിച്ചാൽ എന്തൊരു സന്തോഷം. ഇത് മാത്രമല്ല, ഇറച്ചി മീനല്ലാത്ത എല്ലാ സാധനവും ചൂടോടെ പച്ചക്കറി, അവിയല്, കൂട്ടുകറി, മത്തങ്ങക്കറി, ചേമ്പ് കറി, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചൂടോടെ എടുത്ത് കഴിക്കാം. അതെനിക്കിഷ്ടം. ഇറച്ചി മീനൊന്നും ഞാൻ കഴിക്കില്ല. അത് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കേട്ടോ, എനിക്ക് സൂപ്പർ. എന്താണ് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊന്നും എനിക്കിഷ്ടമില്ല, എനിക്കിഷ്ടമുള്ളതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. അപ്പൊ എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണ്ടേ, അതിലേക്ക് എടുക്കണ്ടേ? ഇത് മാത്രം പോരല്ലോ. അപ്പോ നമ്മുടെ സന്തോഷം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? എന്നോടാണോ ചോദിക്കണത്? അല്ല, ഞാൻ പറയുക. അതായത് സന്തോഷല്ലേ, അതിപ്പോ ഒരുപാട് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റിയ പറഞ്ഞ അപ്പം അമ്മ ഇവിടെ ചക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വലിയ സന്തോഷം ഇല്ല. അപ്പൊ അമ്മ അതിന്റെ പകരം 2 ചിക്കൻ്റെ ലെഗ് പീസ് അതിലിട്ടു. എനിക്ക് സന്തോഷമായി, സന്തോഷം കണ്ടെത്തി. അല്ല, എന്റെ സന്തോഷം അങ്ങനെയാണല്ലോ. കാശുണ്ട്, പൈസ ഉണ്ട്, നമുക്ക് എന്ത് വേണേലും മേടിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ പറ്റും. നമ്മളെ ചുറ്റും നമ്മളെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ കിട്ടുന്ന സന്തോഷം നമുക്ക് സ്വയം സന്തോഷിക്കുക. കാരണം എന്താ അറിയോ, എല്ലാം തികഞ്ഞൊരു മനുഷ്യന് സ്വയം ഒരു തൃപ്തി ഉണ്ടാവും, സന്തോഷിക്കാം. അങ്ങനെയുള്ള വ്യക്തികളെ ചുറ്റുള്ള ആൾക്കാർ വന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടേ ഉണ്ടാവും. കാരണം അതെന്താണെന്നറിയില്ല, സമ്പത്തുള്ള അവിടെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അത് ഇല്ലാത്ത സ്ഥലത്ത് അത് ഉണ്ടാവുക ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതാണോ പറഞ്ഞു വന്നത്? അപ്പൊ എന്താ അറിയോ, ആ സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ തന്നെ കണ്ടെത്താം. ഇത് മറ്റേ പൈസ ഉണ്ട്, സമ്പത്തുണ്ട്, നമുക്ക് ആവശ്യത്തിലേറെ എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷം താനേ വരും. പിന്നെ നമുക്ക് എങ്ങനെ വേണേലും സന്തോഷിക്കാൻ പറ്റും. പോരാത്തതിന് നമ്മുടെ ചുറ്റും ആൾക്കാർ നമ്മളെ സന്തോഷിപ്പിക്കുക, അതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ? അവർക്കും ഒരു ചെറിയ ശ്രമം, അങ്ങനെയൊക്കെ മനസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും സന്തോഷിക്കാൻ പറ്റും. അതാണ് ശാശ്വതമായ അതാണ് ശരിക്കുള്ള സന്തോഷം. ഉള്ളവൻ എല്ലാ സമ്പത്തും ഉണ്ടായിട്ട് നമുക്ക് എല്ലാ സന്തോഷം വിലക്ക് വേണമെങ്കിൽ മേടിക്കുക എന്നുള്ള തോന്നലിൽ സന്തോഷിക്കുന്നതല്ലാതെ കഷ്ടതകളിലും സന്തോഷിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും സത്യമായ സന്തോഷം. എന്ന് വെച്ചാൽ സങ്കടത്തെ തോൽപ്പിച്ച് അതിന് നെഞ്ഞത്ത് കയറി കാല് വെച്ച് നിന്നിട്ട് നീ എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കില്ലേ? അതാണ് ജീവിത വിജയം, അതാണ് സന്തോഷം. അതാണോ ഉദ്ദേശിച്ചത്? ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, അമ്മ കുരങ്ങിയൊന്നും അല്ല കേട്ടോ, അമ്മ ബുദ്ധി ഉള്ളതാണ്. അല്ലപ്പ അമ്മ ഇപ്പം അങ്ങനെ ഞാനോ തന്നെ ആവില്ലേ? അമ്മ കുരങ്ങന്റെ കുട്ടി കുരങ്ങല്ലേ?
ആണല്ലോ. പശുവിന്റെ കുട്ടി പശു അല്ലേ? മതി മതി, ഒരുപാട് ഉപമ വേണ്ട, ഞാൻ പറയട്ടെ. അമ്മ പശു ആയാ മതി. ഇതിന് ഞാനൊരു കഥ പറയും. ഇനി കഥയുണ്ടോ? ചെറിയ കഥയാണ്, അധികം സമയമൊന്നും എടുക്കില്ല. എന്തറിയോ, ഒരു 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 അമ്മൂമ്മ, അവരെങ്ങനെയാന്ന് പറഞ്ഞാൽ, അമ്മൂമ്മ എന്ന് പറഞ്ഞാലേ വൃദ്ധയായ ഒരു സ്ത്രീ. അമ്മേനെ പോലെ ചെറുപ്പല്ല, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ചെറുപ്പല്ല. അല്ല ചെറുപ്പാണോ? അല്ല അമ്മേനെ പോലെ ചെറുപ്പല്ല, വൃദ്ധയായ ഒരു സ്ത്രീ. എന്നെ പോലെ തന്നെ ആയിരിക്കും ചിലപ്പോ. അല്ല അമ്മേനെ പോലെ അല്ല. അല്ലല്ല, ഞാൻ പിന്നെ 16 വയസ്സാണ്. അല്ല ആവശ്യമില്ലാത്ത പറയുന്നത് രണ്ടിന്റെ ഇടയിലുള്ളത്. രണ്ടിന്റെ ഇടയിലൊന്നല്ല, ഞാൻ അമ്മേനെ പോലെ ഒരു വൃദ്ധയായ അമ്മമ്മയായ ഒരു സ്ത്രീ. അപ്പൊ എന്താ അറിയോ, അവര് വളരെ നല്ല മനസ്സുള്ള. ഒരു മിനിറ്റ്, അമ്മക്ക് പെൺമക്കളില്ലാണ്ട് അമ്മ അങ്ങനെ അമ്മൂമ്മയാവും? ആ മക്കളുണ്ടെങ്കിലും അമ്മൂമ്മയും ഒക്കെ ആവാം. ശരി ശരി ശരി. അപ്പൊ ഞാൻ പറയാമെന്നത് വിട്ടുപോയി ഇവരെ കൊണ്ട്. എന്താ ഞാൻ പറഞ്ഞ, ഒരു അമ്മൂമ്മ, അമ്മൂമ്മ ചുമച്ചു അമ്മൂമ്മ. ആ അമ്മൂമ്മല്ല, ഞാൻ. അവരെന്തറിയോ, നല്ല ദൈവഭക്തിയുള്ളവരാണ്. പിന്നെ അവർക്ക് നല്ല മനസ്സും ഒക്കെയുള്ളൊരു, അതായത് ദൈവത്തിന് എന്താ പറയാ, അഭയം പ്രാപിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ദൈവത്തിലേക്ക് അടുത്ത ഒരാൾ. അത് അമ്മൂമ്മ ആയതുകൊണ്ടായിരിക്കും, പണ്ടൊന്നും അങ്ങനെ ആയിരിക്കില്ല. പണ്ട് തൊട്ടേ അങ്ങനെ ഉണ്ടെങ്കിലാണ് അവർക്ക് അത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. കുറച്ചു ദിവസം അയ്യോ ഞാൻ എന്റെ ദൈവത്തെ അങ്ങനെയല്ല, അങ്ങനെ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പൊ അവരങ്ങനെ ജീവിച്ചവര് എങ്ങനെയൊക്കെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഭക്തിയോടെ ജീവിച്ചാലും മരണം എന്ന് പറയുന്നത് സത്യമാണല്ലോ. അപ്പൊ ഒരു ദിവസം അവര് മരണപ്പെട്ടു. അപ്പൊ യമധർമ്മരായ ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ വരുമല്ലോ. യമധർമ്മ ആര്? ആത്മാവിനെ കൊണ്ടുപോകാൻ. യമധർമ്മരായൻ. അതാരാ രായനാരാ? യമധർമ്മന്റെ കന്നഡൊക്കെ വരും. യമധർമ്മന്റെ ഫീ ആണ് യമധർമ്മരായൻ. രായപ്പൻ. ആയിക്കോട്ടെ. യമധർമ്മന രായപ്പനും കൂടി കൊണ്ടുപോയി. യമധർമ്മ തനിച്ചാണോ വന്ന്? അല്ല എരുമയുടെ മുകളിലല്ലേ അല്ല ഈ ഒരാളിനെ കൊണ്ടുപോയി യമധർമ്മം നേരെ വരികയാണോ? അപ്പൊ ഇയാൾക്ക് പണിക്കാരനൊന്നുമില്ലേ? ഓ പുണ്യം ചെയ്തവരെ കൊണ്ടുപോയി യമൻ വരും, പേടിപ്പിച്ച് കൊല്ലും. അപ്പൊ കൊണ്ടുപോകും. അപ്പൊ ഈ അമ്മൂമ്മ ചോദിക്കും, യമധർമ്മ ഞാൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്നെ കൊണ്ടുപോകണത് എന്ന് ചോദിക്കും. അപ്പൊ പറയും, അയ്യോ അമ്മേ, നിങ്ങള് ഭഗവാനിൽ നിങ്ങളുടെ ജീവിതം അർപ്പിച്ചവരാണ്. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കും അല്ല സ്വർഗത്തിലേക്കും അല്ല, ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്കാണ് എന്ന് പറയും. അപ്പൊ പറയും, ആണോ, ഞാൻ അത്രയ്ക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ടോ? എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നല്ലോ, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കത് രണ്ടും കാണണം, എന്നിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോയാൽ മതി, ആ വഴിക്കൊന്ന് പോകാൻ പറ്റുമോ? പിന്നെ ടാക്സി ഇത് വഴിയൊക്കെ തിരിഞ്ഞു പറഞ്ഞൊക്കെ പോകാൻ. അപ്പൊ പറഞ്ഞു, അതിനെന്താണ്, നിങ്ങൾ ദൈവത്തോടടുത്ത് ഇരുന്ന ആളല്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാന്നുള്ളത് എന്റെ മഹാഭാഗ്യാണ്. എന്നിട്ട് അവർ ആദ്യം നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകം കാണിക്കാൻ കൊണ്ടുപോകും. അപ്പൊ അവിടെ വന്ന് കണ്ടപ്പോ അവിടെ വേദന കൊണ്ട് ഇങ്ങനെ പുഴയുന്ന ആൾക്കാർ, എന്ത് വേദന, ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ചിലർ കരയണു, ചിലർ വയറിങ്ങനെ പിടിച്ചിരിക്കണു, ചിലർ കവുന്ന് കിടക്കണു, അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ അവർക്ക് എന്തൊക്കെയോ വിഷമങ്ങളുള്ളവരല്ലാണ്ട് സന്തോഷിക്കണ ഒരു മനുഷ്യരും അവിടെ ഇല്ല. നരകത്തിൽ മൊത്തം വയറുവേദനയുള്ള ആൾക്കാരാണ്. കേക്ക്. അപ്പൊ അങ്ങനെയാണ് അവരിയ്ക്കുന്നത്. അല്ലാണ്ട് അവിടെ വേറെ ഈ പറയണ പോലെ എണ്ണയിലിട്ട് പൊരിക്കുക വർക്ക് അങ്ങനെയൊന്നുമല്ല. അവരെല്ലാവരും ഓരോ വിഷമത്തിലാണ്. അപ്പോ ഈ അമ്മമ്മ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോ മുകളിലൊരു വലിയൊരു പാത്രത്തില് നല്ല എന്താ പറയാ, എന്തോ ഒരു നല്ല പലഹാരമാണ്. അതിന്റെ മണം കേൾക്കുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ കൊതി തോന്നുന്ന ഒരു പലഹാരം കെട്ടി തൂക്കിയിട്ടുണ്ട്. അതൊരു 100 അടി ഉയരത്തില്. ഇപ്പത്തെ കാലത്തെ ജയില് പോലെ നരകം. അത് ശരി. അപ്പോ അതിലൊരു കയ്യിലൊക്കെ അത് എടുക്കാൻ അവർക്ക് കിട്ടില്ല. 100 അടി കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മണം കേട്ടാലോ, നമുക്ക് ഇപ്പൊ കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇതെന്താണ്. അപ്പൊ ഇവർക്കൊക്കെ ചുറ്റും നോക്കിയിട്ട് എന്താ ഇത്ര ഉയരത്തിൽ കെട്ടിയിട്ടത്, എന്താ ഈ അമ്മമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ അവർ വന്നിട്ട് ഇവിടെ ഓരോരുത്തരും നോക്കി, എല്ലാവരും ഓരോരോ വിഷമത്തിൽ കരച്ചലും വീഴ്ചലും ഇതൊക്കെ തന്നെ. അപ്പൊ അമ്മമ്മ എന്ത് പറയും, ഒരാളോട് വന്നിട്ട് ചോദിക്കും, അതിന് മുതിർന്ന ഒരാളോട് വന്നിട്ട് ചോദിക്കും, അതെ എന്താ നിങ്ങളെല്ലാവരും എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്, എന്താണ് പ്രശ്നം? അപ്പോൾ വിശപ്പാണെന്ന് പറയും. വിശപ്പോ? അത് ശരി, ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് എന്നുള്ളതൊരു വല്ലാത്തൊരു ഇതാണ്. അത് നമുക്ക് ഒരു ദിവസം പോലും സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വിശപ്പാണ്. ഞങ്ങൾ ഇതേവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, എത്രയോ ആയി.
അപ്പോൾ അല്ല ഞങ്ങൾക്കവിടെ ഭക്ഷണം ആ ഉയരത്തിലുള്ള ഭക്ഷണം നിങ്ങൾക്ക് കിട്ടില്ല അല്ലേ? അതെ, ഞങ്ങളത് എങ്ങനെ എടുക്കുക? അതിൻ്റെ മണം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വിശപ്പും കൂടും, ഈ വേദനയും കൂടും. വിശപ്പിൻ്റെ ഒരു വേദന എന്നൊക്കെ പറയും. അപ്പോൾ അയ്യോ അങ്ങനെയാണല്ലേ, നരകം അതാണല്ലേ എന്ന് പറഞ്ഞ് അത് കണ്ടു. ഇനി സ്വർഗം എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിൽ പോയപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര സന്തുഷ്ടരാണ്. തമ്മിൽ സംസാരിക്കുന്നു, തമാശ പറയുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. എവിടെ നോക്കിയാലും നല്ല ഉത്സാഹമുള്ള ഒരു പ്രതീതി. അവിടെ ചുറ്റും നടന്ന് നോക്കുമ്പോൾ ഒരു പേര് പോലും ദുഃഖത്തോടെ ഉള്ളവർ ആരുമില്ല. എല്ലാവരും ഒത്തൊരുമയോടെ നന്നായിരിക്കുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കണ്ടു ഇതേപോലെ ഒരു പാത്രം, ഇതേപോലെ മണമുള്ള ഒരു വിഭവം. അപ്പോൾ ഇവര് ചുറ്റും നടന്ന് നോക്കിയിട്ട് പറയും, അയ്യോ ഈ വിഭവം ഇത്ര, ഒരാളോട് ചോദിക്കും, ഇത്രയും ഉയരത്തിൽ ഇങ്ങനെ വിഭവം കെട്ടി തൂക്കിയിട്ടുണ്ട്, നിങ്ങൾക്കിത് കഴിക്കാനും പറ്റില്ല, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര സന്തോഷമായിട്ടുള്ളത് എന്ന്. അപ്പോൾ ആര് പറഞ്ഞു ഞങ്ങൾ കഴിച്ചില്ല എന്ന്? ഞങ്ങൾ കഴിച്ചു, സന്തുഷ്ടരാണ് അവർ. എങ്ങനെ ഇത്ര ഉയരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റി? അപ്പോൾ പറയും, ഞങ്ങൾ ആലോചിച്ചു. എന്തിന്? തലച്ചോറിന് ജോലി കൊടുത്തു. ആലോചിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ ഒരാളുടെ മുകളിൽ ഒരാളിങ്ങനെ കയറി നിന്നിട്ട് അതിന് മുകളിലുള്ള ആളത് എടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ താഴെയുള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കിട്ടും. അത് കഴിച്ചു വയർ നിറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും സന്തോഷമായിട്ടിരിക്കും. വിശക്കുമ്പോൾ വീണ്ടും പോയി ഞങ്ങൾ ഇതുപോലെ എടുക്കും. അപ്പോൾ ഒത്തൊരുമ, സ്നേഹം, പിന്നെ എല്ലാവരുമായുള്ള കൂട്ടായ്മ, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റും. അവിടെ നരകത്തിലുള്ളവരെന്താന്ന് പറഞ്ഞാൽ സ്വാർത്ഥത നിറഞ്ഞ ജനങ്ങളായിരുന്നു ഭൂലോകത്തിലും. അവരതേ സ്വാർത്ഥ മനോഭാവത്തോടെ അവിടെ അവരവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരുന്നു. അവർക്ക് ഈ ബുദ്ധി കൊടുക്കാൻ ഒത്തൊരുമ, സ്നേഹം, നമ്മൾ ഒരുമിച്ചുണ്ടായാൽ എന്ത് സാധിക്കുക, അതൊന്നും അവർക്ക് ഇല്ല. അപ്പം അവർ ആ വിഭവം ഉണ്ടായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ സാരം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ഉണ്ടെങ്കിലും സഹജീവിയോട് സ്നേഹം കാണിക്കുക, ഉള്ളതിൽ പങ്കിട്ട് കൊടുക്കുക. കാരണം ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തുള്ളത് മുഴുവനും സൃഷ്ടിക്കുമ്പോൾ ദൈവം ഒരിക്കലും ഒരാൾക്കൊരു രീതി ഇന്നൊരാൾക്ക് ഇന്ന രീതി എന്ന് വരുത്തിയിട്ടില്ല. ഇതെല്ലാം വരുത്തിയത് മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തയാണ്. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ ചിന്തയാണ്. നരകത്തിലുള്ളവർ ഒത്തൊരുമയോടുകൂടി ഒരാളുടെ മുകളിൽ ഒരാൾ കയറി നിന്ന് എങ്ങനെ അതൊക്കെ എടുത്ത് പങ്കിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നരകം പോലും സ്വർഗമാവുണ്ടായിരുന്നു. അപ്പോൾ അവരത് ചെയ്തില്ല. മരിച്ച ആത്മാവായിട്ട് പോയിട്ട് നരകത്ത് പോയാൽ അവരൊന്നും പഠിച്ചില്ല. പകരം സ്വർഗത്തിലുള്ളവർ ഭൂമിയിലുള്ളപ്പോഴും സ്വർഗത്തിൽ പോയപ്പോഴും സ്നേഹിക്കാനും സ്നേഹം പങ്കിടാനും ഭക്ഷണം പങ്കിടാനും ഒത്തൊരുമയാണ് സ്നേഹം എന്ന് പഠിച്ചു. ആ സംഭവം തന്നെയാണ് ദൈവം അവിടെ കാണിച്ചു കൊടുത്തത്. കാരണം നരകം സ്വർഗം എന്നൊന്നും ഇല്ല. അത് അവിടെ ആയാലും ശരി ഇവിടെ ആയാലും ശരി കാൽപ്പനികം മാത്രമാണ്. മനുഷ്യൻ്റെ ഒത്തൊരുമ. ഇപ്പം അമ്മ എനിക്ക് നൽകുന്ന സ്നേഹം, ഞാൻ അമ്മയ്ക്ക് തിരിച്ചു നൽകുന്ന സ്നേഹം, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കൊടുക്കലും മേടിക്കലും എന്നുള്ള സ്നേഹങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നിറഞ്ഞതാണ്. സ്വാർത്ഥതയില്ലാത്ത എല്ലാ ലോകവും സ്വർഗതുല്യമാണ്. സ്വാർത്ഥത നിറഞ്ഞ ഏതൊരു മനുഷ്യനും നരകതുല്യമാണ്. അപ്പം നരകം സ്വർഗം എന്നൊന്നില്ല, നമ്മുടെ ഭാവനകൾ മാത്രമാണ്. നമ്മുടെ എവിടെ പോയാലും നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ നമ്മൾ മറന്നാൽ, ഞാൻ എന്നുള്ള ഭാവം മറന്നാൽ, നമ്മളെന്നുള്ള തോന്നൽ വന്നാൽ ആ നിൽക്കുന്ന സ്ഥലം മുഴുവനും സ്വർഗമാണ്. ഇതായിരുന്നു അമ്മ ഉദ്ദേശിച്ചത്. അതോ ഞാൻ എൻഡിങ് നശിപ്പിച്ചോ? സൂപ്പറായിട്ട് പറഞ്ഞു. അമ്മ എന്നും അമ്മ ഒരു കാര്യം പറയുമല്ലോ, എടാ കുരങ്ങ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ ഇതിനുള്ള പകരം ഞാൻ നാളെ വീട്ടിൽ നിന്ന്. അപ്പോൾ അമ്മക്ക് ഇത്രത്തോളം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല അല്ലേ? സിംലക്കാരി കുരങ്ങെത്തിയ അമ്മയുടെ മകനാണ് ഈ രഞ്ജിത്ത് കുരങ്ങൻ. അവിടെയൊക്കെയാണ് വെള്ള കളറിലെ പുലി, വെള്ള കളറിലെ കുരങ്ങൊക്കെ ഉണ്ടാവുക. പോയിട്ടില്ല, കേട്ടിട്ടുണ്ട്. ഉണ്ടാവായിരിക്കൂലേ? അമ്മ പേടിക്കൊന്നും വേണ്ട. ഹനുമാൻ സ്വാമിയുടെ ആ ഗ്യാങ്ങിൽപ്പെട്ടവരെ. ഉപ്പേരി റെഡി. ഇനി തക്കാളിയും പരിപ്പും കൂടി ഞാനൊരു കറി വെക്കും, ഇവനൊരു മുട്ടയും വറുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. ഒന്ന് സൂപ്പറായിട്ട് ഞാനിത് കൂട്ടിയിട്ട് ഊണ് കഴിക്കും. ചിലപ്പോൾ കഞ്ഞിയായിരിക്കും ഞാൻ കഴിക്കും. ഞാനൊരു കാര്യം മറന്നു കേട്ടോ, ഇപ്പം ശരിയാക്കി തരാം കേട്ടോ. അതെ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. അമ്മ കുരങ്ങെത്തിയൊന്നുമല്ല, ഞാൻ ആ കുരങ്ങത്തിൻ്റെ മകനും അല്ല, വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. എന്നെ ദൈവം ഇത് പൊങ്ങാലിടരുത്, മതിയോ? ഒരു കുടുംബം അപ്പുറത്തുണ്ടെന്നുള്ള കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മേനോട് ചോദിക്കണം, എന്തിനാ ആ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങാന്ന് വിളിക്കണമെന്ന്. അത് ചോദിച്ചിട്ട് വേണം. അല്ല, അതമ്മ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിന്നെ അമ്മ അപ്പൊ അതുകൊണ്ടാണ് ഈ മകൻ ഇങ്ങനെ ഒരു കുരങ്ങന്റെ ഉപമ നൽകിയത്.
ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വന്നതെന്ന് പണ്ട് ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയല്ല തെറ്റാണെന്ന് വീണ്ടും പഠിപ്പിച്ചതിനെ തിരുത്തി എഴുതിക്കൊണ്ടുണ്ടെങ്കിലും നമ്മൾ പഠിച്ചത് മറക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കുരങ്ങനാണെങ്കിൽ അമ്മ എൻ്റെ അമ്മ കുരങ്ങത്തി അമ്മയാണ് പറഞ്ഞു. പിന്നെ അങ്ങനെ തന്നെ നമ്മുടെ കാരണന്മാർ മുഴുവനും കുരങ്ങന്മാരാണ്. എന്തിന്? അമ്മയുടെ കൂടപ്പിറപ്പ്, എൻ്റെ കൂടപ്പിറപ്പ്, ഞാൻ അപ്പം എല്ലാവരും കുരങ്ങിൽ നിന്ന് വന്ന സന്തതിമാരാണ്. അല്ലാണ്ട് പശുവിൽ നിന്ന് പശുവും പുലിയിൽ നിന്ന് പുലിയും കുരങ്ങിൽ നിന്ന് കുരങ്ങും ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ ആരെങ്കിലും കുരങ്ങാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തമാണെങ്കിൽ ഞാനും അതിൽപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് ഈ ചക്കപ്പേരിയും തക്കാളിയും പരിപ്പും കൂടി നല്ല പച്ചമുളകൊക്കെ മുറിച്ചിട്ട് മുളകൊന്നും ഇടില്ല കേട്ടോ, മുളക് പൊടി ഒന്നും ഇല്ല, മഞ്ഞൾപ്പൊടി ഇട്ട് തക്കാളി പരിപ്പും കൂടി നമ്മൾ വിശ്വസിച്ചു പറഞ്ഞാൽ മതി. നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചുടച്ച് കുറച്ച് കടുകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വറുക്കിടും. അത് ഈ കറി അവന് ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ ഉപ്പേരി പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് തന്നെ തരും. ഓക്കെ ഇല്ല കേട്ടോ, നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.